ഇത്രയൊക്കെ 100 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടായിരിക്കും അല്ലെ? എന്നാൽ ഇതാണ് MC റോഡിൽ ആയൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയിൽ വൈക്കൽ ജംഗ്ഷൻ സമീപമുള്ള പച്ചക്കറി കടയുടെ സ്ഥിതി. ആവശ്യത്തിന് പച്ചക്കറി വെറും 100 രൂപയ്ക്ക് ഒരു കിറ്റായിട്ട് നമുക്ക് ലഭിക്കും. ഇവിടെ 300 രൂപ കൊടുത്ത് 4 നാരങ്ങയും 2 ക്യാരറ്റും കിട്ടുന്ന കടകൾ തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് ഇത്രയും അളവിൽ നമുക്ക് പച്ചക്കറികൾ ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മറ്റും മരുന്നടിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടാണോ തിരുവനന്തപുരത്ത് സൂപ്പർ മാർക്കറ്റുകളിൽ ഈ കഴുത്തിന് കത്തിവെക്കുന്ന വില എന്നുള്ളത് മനസ്സിലാവുന്ന കാര്യമല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കടയിൽ തരുന്നതിന്റെ പകുതി പോലും അവർക്ക് നമുക്ക് തരാൻ സാധിക്കാത്തത്? കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലൂടെ വരുന്ന ഏവരും ഈ പച്ചക്കറി കടയിൽ നിന്ന് തന്നെ പച്ചക്കറി മേടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. കാരണം യഥാർത്ഥത്തിൽ ലാഭം നമുക്ക് തന്നെയാണ്. പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. കാരണം അത്രമാത്രം നമ്മുടെ സമൂഹം ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ച് കഴിയുകയാണ്. വില എന്ന് പറയുകയാണെങ്കിൽ കണ്ണു തള്ളിപ്പോകുന്ന വിലയാണ് ഇപ്പോൾ ഫ്രൂട്ട്സിനും പച്ചക്കറികൾക്കും ഒക്കെ കടക്കാർ ഈടാക്കുന്നത്. ഒരു സാലഡ് വെക്കാം എന്ന് കരുതി 4 ക്യാരറ്റും 2 സാലഡ് വെള്ളയും വാങ്ങിയപ്പോൾ 310 രൂപയായത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അതിന്റെ ചിത്രം അടക്കം നമ്മൾ ഇവിടെ പങ്കുവെക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഈ 100 രൂപയ്ക്ക് വാങ്ങുന്നതിന്റെ പച്ചക്കറി എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കടകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നുള്ളത്. അത്രമാത്രം ആളുകളെ പിഴിയുകയാണ് QRS പോലുള്ള ഭീമൻ കടകൾ. AC-യിൽ കണ്ണാടിക്കൂട്ടിൽ കൊണ്ട് വെച്ചത് കൊണ്ടാണോ ഈ റേറ്റ് എന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇങ്ങനെയും ലാഭത്തിൽ പച്ചക്കറികൾ നമുക്ക് വാങ്ങിക്കാം, കിട്ടുമെന്ന് അറിയുന്നത് ഒരു ആശ്വാസകരമായ ഒരു കാര്യം.